ഹേ ഓൾ അസ്സലാമു അലൈക്കും മൈസെൽഫ് സഫീറ. എൻ്റെ അമ്മച്ചി പറയുന്നൊരു കാര്യമുണ്ട്, ചോറിലേക്ക് കൂട്ടാനാണ് അച്ചാർ, അല്ലാതെ അച്ചാറിലേക്ക് കൂട്ടാനല്ല ചോറ്. അത് ഞാൻ ഈ ഒരു അച്ചാർ എടുക്കുമ്പോൾ ആ പറയണത് ഒന്നും കൂടി കൂടുതലാവലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിത് ഏത് അച്ചാറിനെ പറ്റിയാണ് പറയണതെന്നുള്ളത്. അതെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാറിനെ പറ്റിയാണ് ഞാൻ പറയണത്. ബീഫ് അച്ചാർക്ക് നമ്മളൊരു പ്രത്യേക മസാല ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വായോ നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിലിത് മുടികളയലിനത്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മുടിയാഴ്ചലിന് കിട്ടിയ ഇറച്ചിയാണിത്. ഇത് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ക്യൂബുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഫുള്ള് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് മാറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പും. അതായത് നമ്മുടെ ഈ ഒരു മസാലയിൽ ഉപ്പിൻ്റെ അളവൊന്ന് മുന്നിട്ട് നിൽക്കണം. അതായത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കി ബീഫിലേക്ക് നമ്മൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മളിത് അത്യാവശ്യം ടൈം എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യണം. നമ്മൾ മാക്സിമം ഇത് കൈകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മളിതിങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഈ ഒരു മസാലയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ ബീഫിലേക്ക് പിടിച്ച് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അച്ചാറിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് അച്ചാറിലേക്ക് ഒരു പുളിവെള്ളം തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 50 ഗ്രാം പുളിയിലേക്ക് നല്ല ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തായിട്ട് നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു ബീഫ് ഫുള്ള് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ നമ്മളൊന്ന് അടുപ്പിച്ചെടുക്കുക. ഇനി വിസിൽ മുഴുവൻ പോയതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് ഇതിൽ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മുഴുവൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം. അധികം കേട് വരാതൊക്കെ നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് നല്ലെണ്ണ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ബീഫ് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് 2-3 ബാച്ചായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് ബീഫ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അധികം കട്ടിയാവരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അധികം ക്രിസ്പിനെസ് ആയാൽ അച്ചാറിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആ ചെറിയ ക്രിസ്പിനെസ് ആയാൽ വേണം നമുക്ക് അച്ചാർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒരു സൈഡ് മുഴുവൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബീഫ് വെന്ത് കിട്ടും. കാരണം നമ്മളൊരു 90% ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അച്ചാറിൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി കഴിഞ്ഞ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ബീഫ് മാറ്റിയ ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുകും പിന്നെ നമ്മുടെ കൈപ്പിടിയോളം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 2 വലിയ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 15 to 20 വെളുത്തുള്ളി നീളത്തിൽ, അതായത് തിന്നാക്കി അരിഞ്ഞതും, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ 3 നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളം മാത്രം ഊറ്റിയെടുത്ത് ആ ഒരു പുളിവെള്ളത്തിൻ്റെ മിക്സ് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനും വേണ്ടി ഞാനിതൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ പുളി അത്യാവശ്യം നല്ല പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പും പഞ്ചസാരൻ്റെ അളവിൽ ചെറുതായിട്ട് മാറ്റം വരും. ഞാനിവിടെ എടുത്ത പുളി അത്യാവശ്യം പുളി കുറവുള്ള പുളിയാണ്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ഇനി എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കണില്ല. നമ്മൾ നേരത്തെ ഒരു ബീഫിലേക്ക് ചേർത്ത ഉപ്പ് മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ അച്ചാർ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഈ ഒരു സ്പെഷ്യൽ മിക്സ് എന്നുള്ളത്. അതായത് നമ്മളൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും.
ആ ഒരു പൗഡർ നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂണോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ചേർക്കേണ്ട സമയമാണ്. നമുക്ക് 1/4 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും കുറവായിട്ടുള്ള 1/4 കപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് മാറ്റി കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ചെറിയൊരു മധുരം ഒക്കെ കിട്ടും. ആ ഒരു മധുരം നമ്മുടെ ബീഫിലും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ താരം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും ചെയ്യും. അതുപോലെ തന്നെ ബീഫിലേക്ക് ഈ ഒരു മസാല നല്ലോണം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി അച്ചാറിൻ്റെ കായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഓഫ് ചെയ്യുന്നില്ല. ഞാനിതിലുള്ള കായം ഫുള്ള് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു കായത്തിൻ്റെ ഒരു മിക്സ് ഫുള്ള് നമ്മുടെ ബീഫിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ കായം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീഫിലുള്ള കായം ഫുള്ള് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടേസ്റ്റി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. ഇത് 1 മാസമൊക്കെ എന്തായാലും കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിത് 1 മാസമൊന്നും നിൽക്കില്ല. ഏകദേശം 1 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പാത്രം കാലിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ഓൾ. താങ്ക് യു.